നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷദം എഡ്യൂടെക്. ബെവ്കോ LD മെയിൻ എക്സാമിനേഷൻ 2023 മെയ് മാസം 6 നടന്ന പരീക്ഷയാണ്. ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 10 മലയാളം ചോദ്യങ്ങളുടെ റിലേറ്റഡ് ഫാക്ട്സിന്റെ ഡിസ്കഷൻ ആണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഡാഷ് ആണ് ഉന്മീലനത്തിന്റെ വിപരീത രൂപം? ഉന്മീലനത്തിന്റെ വിപരീത രൂപം എന്താ? നിമീലനം. ഉന്മീലനത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? നിമീലനം. നിമീലനം. PSC ചോദിക്കുന്ന, എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറച്ച് വിപരീത പദങ്ങൾ നോക്കാം. ആദ്യത്തേത് സൂക്ഷ്മം. സൂക്ഷ്മം. സൂക്ഷ്മത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? സ്ഥൂലം. സൂക്ഷ്മം ഓപ്പോസിറ്റ് സ്ഥൂലം ആണെന്ന് ഓർക്കുക. സ്ഥൂലം. വൃദ്ധിയുടെ ഓപ്പോസിറ്റ് എന്താണ്? ക്ഷയം. വൃദ്ധിയുടെ ഓപ്പോസിറ്റ് ക്ഷയം. ലളിതം. ലളിതത്തിന്റെ ഓപ്പോസിറ്റ് കഠിനം. ലളിതത്തിന്റെ ഓപ്പോസിറ്റ് എന്താണ്? കഠിനം. പ്രാചീനം. പ്രാചീനം ഓപ്പോസിറ്റ് നവീനം. പ്രാചീനം ഓപ്പോസിറ്റ് എന്താ? നവീനം. സൂക്ഷ്മം ഓപ്പോസിറ്റ് സ്ഥൂലം. വൃദ്ധി ഓപ്പോസിറ്റ് ക്ഷയം. ലളിതം കഠിനം. പ്രാചീനം നവീനം. അഗ്രജൻ. അഗ്രജൻ. അഗ്രജൻ ഓപ്പോസിറ്റ് എന്താണ്? അവരജൻ. അവരജൻ. അഗ്രജൻ ഓപ്പോസിറ്റ് അവരജൻ. ഗൗരവം. ഗൗരവം ഓപ്പോസിറ്റ് എന്താണ്? ലാഘവം. ഗൗരവം ഓപ്പോസിറ്റ് ലാഘവം. ഭൂഷണം. ഭൂഷണം ഓപ്പോസിറ്റ് ദൂഷണം. ഭൂഷണം ഓപ്പോസിറ്റ് ദൂഷണം. വികാസം. വികാസം ഓപ്പോസിറ്റ് എന്താണ്? സങ്കോചം. സങ്കോചം. വികാസം ഓപ്പോസിറ്റ് സങ്കോചം. സങ്കോചം. ക്ഷാമം. ക്ഷാമത്തിന്റെ ഓപ്പോസിറ്റ് എന്താ? ക്ഷേമം. ക്ഷേമം. ക്ഷാമം ഓപ്പോസിറ്റ് ക്ഷേമം. അപ്പോൾ ഉന്മീലനം ഓപ്പോസിറ്റ് നിമീലനം. സൂക്ഷ്മം സ്ഥൂലം. വൃദ്ധി ക്ഷയം. ലളിതം കഠിനം. പ്രാചീനം നവീനം. അഗ്രജൻ അവരജൻ. ഗൗരവം ലാഘവം. ഭൂഷണം ദൂഷണം. വികാസം സങ്കോചം. ക്ഷാമം ക്ഷേമമാണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, കണ്ടു എന്നത് പിരിച്ചെഴുതുക. കണ്ടു എന്നാൽ കൺ പ്ലസ് തു. കൺ പ്ലസ് തു ആണ് കണ്ടു. കൺ പ്ലസ് തു കണ്ടു. നിങ്ങൾ. നിങ്ങൾ എങ്ങനെയാ പിരിച്ചെഴുതുന്നത്? നിൻ അധികം കൾ. നിൻ അധികം കൾ ആണ് നിങ്ങൾ. നിൻ അധികം കൾ നിങ്ങൾ. താൻ അധികം കൾ എന്താ? താൻ അധികം കൾ താങ്കൾ. താൻ അധികം കൾ താങ്കൾ. പിൽക്കാലം. പിൽക്കാലം എങ്ങനെ പിരിച്ചെഴുതുന്നേ? പിൽക്കാലം പിരിച്ചെഴുതുമ്പോൾ പിൻ അധികം കാലം. പിൻ അധികം കാലമാണ് പിൽക്കാലം. ഉണ്ടു. കണ്ടുപോലെ തന്നെയാണ് ഉണ്ടു. ഉൺ അധികം തു. ഉൺ അധികം തു ആണ് ഉണ്ടു. അപ്പൊ കണ്ടു കൺ അധികം തു. ഉണ്ടു ഉൺ അധികം തു. നിങ്ങൾ നിൻ അധികം കൾ. താങ്കൾ താൻ അധികം കൾ. പിൽക്കാലം പിൻ അധികം കാലം. പിൽക്കാലം പിൻ അധികം കാലം. വിണ്ടലം. വിണ്ടലം PSC എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വിണ്ടലം പിരിച്ചെഴുതിയാൽ വിൺ അധികം തലം. വിൺ അധികം തലം ആണ് വിണ്ടലം. വിൺ അധികം തലം വിണ്ടലം. കണ്ണീർ. കണ്ണീർ എങ്ങനെയാ പിരിച്ചെഴുതുന്നേ? കൺ അധികം നീർ. കൺ അധികം നീർ ആണ് കണ്ണീർ. ഓക്കെ, അപ്പൊ ഈ രണ്ട് ചോദ്യം ക്ലിയർ ആയല്ലോ. ഉന്മീലനത്തിന്റെ ഓപ്പോസിറ്റ് നിമീലനം. കണ്ടു പിരിച്ചെഴുതിയാൽ കൺ അധികം തു. അടുത്ത ചോദ്യം, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഇവിടെ തന്നിരിക്കുന്നത് ആദർശം, ദർപ്പണം, കണ്ണാടി, കൈതവം. ഇവിടെ കൂട്ടത്തിൽ പെടാത്തത് കൈതവമാണ്. കൈതവം. കണ്ണാടിയുടെ പര്യായ പദങ്ങളാണ് ദർപ്പണം, ആദർശം, മുകുരം, സ്ഫടികം മുതലായവ. അപ്പൊ കണ്ണാടിയുടെ പര്യായ പദങ്ങളാണ് ആദർശം, ദർപ്പണം, മുകുരം, സ്ഫടികം എന്നിവ. കൈതവം എന്നാൽ എന്താ? കൈതവം എന്നാൽ കള്ളം എന്നാണ് അർത്ഥം. കള്ളം. കൈതവം എന്നാൽ കള്ളം എന്നാണ് അർത്ഥമെന്ന് ഓർക്കുക. കുതിര. കുതിരയുടെ പര്യായ പദങ്ങളൊന്ന് നോക്കാം. കുതിര. അശ്വം. അശ്വം കുതിരയാണ്. വാജി കുതിരയാണ്. വാഹം കുതിരയാണ്. അശ്വം വാജി വാഹം. അശ്വം വാജി വാഹം എന്നിവ കുതിരയുടെ പര്യായ പദങ്ങളാണെന്ന് ഓർക്കുക. മേഘം. മേഘത്തിന്റെ പര്യായ പദങ്ങൾ നീരദം. നീരദം മേഘം. വാരിദം മേഘം. വാരിദം എപ്പോഴും ചോദിക്കാറുണ്ട്. വാരിദം മേഘം. നീരദം മേഘം. ഖനം. ഖനം മേഘം. താമര. താമരയുടെ പര്യായ പദങ്ങൾ അരവിന്ദം. അരവിന്ദം താമരയാണ്. രാജീവം. രാജീവം താമരയാണ്. നളിനം താമരയാണ്. പുഷ്കരം
താമരയാണ്. പുഷ്കരം, അരവിന്ദം, രാജീവം, നളിനം എന്നിവ താമരയുടെ പര്യായ പദങ്ങളാണെന്ന് ഓർക്കുക. അപ്പൊ കുതിര, അശ്വം, വാജി, വാഹം, മേഘം, നീരദം, വാരിദം, ഖരം, താമര, അരവിന്ദം, രാജീവം, നളിനം, പുഷ്കരം. ആമ്പൽ, ആമ്പൽ, ആമ്പലിന്റെ പര്യായ പദങ്ങൾ കുമുദം, കുമുദം, ആമ്പൽ, നാരദം, ആമ്പൽ, കുവലയം, ആമ്പൽ, കൈരവം, കൈരവം, ആമ്പൽ. ഇവിടെ നോക്കിക്കേ, കൈതവം എന്നാൽ കള്ളം, കൈരവം എന്നാൽ എന്താണ്? ആമ്പലാണ് കൈരവം, കൈരവം ഓർക്കുക. ഓക്കെ, അടുത്ത ചോദ്യം, ആ അധികം അൻ, അവൻ. ആ അധികം അൻ എന്നാൽ അവൻ ആണ്. അപ്പൊ അവൻ, അവന്റെ പിരിച്ചെടുത്ത് എപ്പോഴും ചോദിക്കാറുണ്ട്. ആ അധികം അൻ അവൻ, ആ അധികം അൾ അവൾ. ഇവിടെ സന്ധി ഏതാ? ആഗമസന്ധിയാണ്. ആഗമസന്ധി. എന്താ ആഗമസന്ധി? രണ്ടു വർണ്ണങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ഒരു വർണ്ണവും മാറാതെ പുതിയൊരു വർണ്ണം വന്നു ചേരുന്നതാണ് ആഗമസന്ധി. ഇവിടെ വന്നു ചേർന്ന വർണ്ണം ഏതാണ്? വാ എന്ന വർണ്ണമാണ് ഇവിടെ വന്നു ചേർന്നത്. ആയുണ്ട്, ആ, വൻ, വാ. വാ എന്നാൽ വ് പ്ലസ് ആയാണ്, വ് പ്ലസ് ആയാണ് വാ. അപ്പൊ ഇവിടെ വ് എന്ന വർണ്ണമാണ് ശരിക്കും വന്നു ചേർന്നത്. അക്ഷരം നോക്കുകയാണെങ്കിൽ വാ. അപ്പൊ ഈ വ് വന്നു ചേർന്നു, അതിന്റെ കൂടെ ഈ ആയും കൂടി ചേർന്നപ്പോഴാണ് എന്തായത്? വായായത്. ഈ ആ ഇവിടെ ഓൾറെഡി ഉണ്ട്. വ് എന്ന് പറയുന്ന വർണ്ണം വന്നു ചേർന്നു. ആ വും ഈ ആയും കൂടി ചേർന്നപ്പോഴാണ് എന്തായത്? വായായത്. ഇൻ. ഓക്കെ, അവൻ. അപ്പൊ ഏത് സന്ധിയാണ്? ആഗമസന്ധി, ആഗമസന്ധി. അപ്പോൾ തിരിച്ചറിയാൻ വേണ്ടി ഞാൻ റൂള് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിരിച്ചെഴുതുമ്പോൾ പ്ലസിനു ശേഷം സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ, പിരിച്ചെഴുതുമ്പോൾ പ്ലസിനു ശേഷം സ്വരാക്ഷരം അ, ആ, ഇ, ഉ എന്ന ഏതെങ്കിലും ഒരു സ്വരാക്ഷരം വരികയും ചേർത്തെഴുതുമ്പോൾ ആ സ്വരത്തിന്റെ സ്ഥാനത്ത്, ഇപ്പം ഇവിടെ വന്നിരിക്കുന്ന സ്വരം ആ എന്ന സ്വരമാണ്. അപ്പൊ സ്വരത്തിന്റെ സ്ഥാനത്ത് യാ എന്നോ വാ എന്നോ വന്നു കഴിഞ്ഞാൽ ആ സന്ധിയാണ് ഏത്? ആഗമസന്ധി, ആഗമസന്ധി. മറ്റൊരു ഉദാഹരണം, തിരുവാതിര, തിരുവാതിര. തിരുവാതിര പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാ വരുന്നത്? തിരു അധികം ആതിര, തിരു അധികം ആതിര. അപ്പൊ പിരിച്ചെഴുതുമ്പോൾ പ്ലസിനു ശേഷം സ്വരാക്ഷരം വന്നല്ലോ, ചേർത്തെഴുതിയപ്പോൾ ആ സ്വരത്തിന്റെ സ്ഥാനത്താണ് എന്ത് വന്നിരിക്കുന്നത്? യാ എന്നോ വാ എന്നോ വന്നിരിക്കുന്നത്. പക്ഷെ ആ സ്വരം മൊത്തത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല, അത് അടയാളമായിട്ട് ഇവിടെ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ആഗമസന്ധി. അടുത്ത ചോദ്യം, ആപ്പിൾ ഓഫ് ദ ഐ എന്ന ഇംഗ്ലീഷ് ശൈലിയുടെ വിവർത്തനം എന്താണ്? കണ്ണിലുണ്ണി. ആപ്പിൾ ഓഫ് ദ ഐ എന്നാൽ കണ്ണിലുണ്ണി, കണ്ണിലുണ്ണി ഓർക്കുക. മുതലക്കണ്ണീർ, ക്രോക്കോഡൈൽ ടിയേഴ്സ്. ക്രോക്കോഡൈൽ ടിയേഴ്സിന്റെ വിവർത്തനമാണ് ഏത്? മുതലക്കണ്ണീർ, മുതലക്കണ്ണീർ. ഫോർബിഡൻ ഫ്രൂട്ട്. ഫോർബിഡൻ ഫ്രൂട്ട് എന്നാൽ എന്താ? ഫോർബിഡൻ ഫ്രൂട്ടിന്റെ വിവർത്തനം എന്താണ്? വിലക്കപ്പെട്ട കനി, വിലക്കപ്പെട്ട കനി, വിലക്കപ്പെട്ട കനി എന്നതാണ് ഫോർബിഡൻ ഫ്രൂട്ട്. ഗോർഡിയൻ നോട്ട്. ഗോർഡിയൻ നോട്ട്, KNOT നോട്ടാണ്. ഗോർഡിയൻ നോട്ട് എന്നാൽ ഊരാ കുടുക്ക്, ഊരാ കുടുക്ക്. ഫോർബിഡൻ ഫ്രൂട്ട് വിലക്കപ്പെട്ട കനി, ഗോർഡിയൻ നോട്ട് ഊരാ കുടുക്ക്, ക്രോക്കോഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ, ആപ്പിൾ ഓഫ് ദ ഐ കണ്ണിലുണ്ണി, ആപ്പിൾ ഓഫ് ദ ഐ കണ്ണിലുണ്ണി. ഇനി സീറോ അവർ. സീറോ അവർ എന്നാൽ എന്താ? ശൂന്യവേള. സീറോ അവർ എന്നാൽ ശൂന്യവേള, ശൂന്യവേളയാണെന്ന് ഓർക്കുക, ശൂന്യവേള. അടുത്ത ചോദ്യം, കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട എന്ന ചൊല്ലിന്റെ അർത്ഥമെന്ത്? കൊച്ചിയുടെ മാഹാത്മ്യം വിവരിക്കുന്നു. കൊച്ചിയുടെ മാഹാത്മ്യമാണ് കൊച്ചി കണ്ടവൻ അച്ചി വേണ്ട, കൊച്ചിയുടെ മാഹാത്മ്യം. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്നാൽ എന്താ? സാവധാനം പ്രവർത്തിച്ചാൽ വലിയ കാര്യങ്ങൾ നേടാം. പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താണ്? സാവധാനം പ്രവർത്തിച്ചാൽ വലിയ കാര്യങ്ങൾ നേടാം എന്നതാണ്. എലിയെ പേടിച്ച് ഇല്ലം ചുടുക. എലിയെ പേടിച്ച് ഇല്ലം ചുടുക എന്ന ചൊല്ലിന്റെ അർത്ഥം എന്താ? നിസാര കാര്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കുക, നിസാര കാര്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കുക. എലിയെ പേടിച്ച് ഇല്ലം ചുടുക. ഓക്കെ, അടുത്ത ചോദ്യം, മടി അധികം ശീല ചേർത്തെഴുതിയ രൂപം എന്താണ്? മടി അധികം ശീല മടിശീലയാണ്, മടിശീല. മടി അധികം ശീല മടിശീല. സത് അധികം ആചാരം. സത് അധികം ആചാരം ചേർത്തെഴുതുമ്പോ എങ്ങനെയാ? സദാചാരം. സത് അധികം ആചാരം, സദാചാരം. ചലത് അധികം ചിത്രം. ചലത് അധികം ചിത്രം ചലച്ചിത്രം, ചലച്ചിത്രം. ചലത് അധികം ചിത്രം ചലച്ചിത്രം. തിന് അധികം തൂ. തിന് അധികം തൂ തിന്നു, തിന്നു. തിന് അധികം തൂ എന്താ? തിന്നു.
വാഗ് അധികം മയം എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വാഗ് അധികം മയം വാക്മയം. വാക്മയം. വാഗ് അധികം മയം വാക്മയം. ചലത് അധികം ചിത്രം ചലച്ചിത്രം. സത് അധികം ആചാരം സദാചാരം. തിൻ അധികം തു തിന്നു ആണെന്ന് ഓർക്കുക. ഇനി ചിത് അധികം ആനന്ദം. ചിത് അധികം ആനന്ദം ചിദാനന്ദം. 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 ചിത് അധികം ആനന്ദം ചിദാനന്ദം ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, ശരിയായ രൂപം കണ്ടെത്തി എഴുതുക. യാദൃച്ഛികം എങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്? ഓപ്ഷൻ സി ആണ്. ഛായും ഇച്ഛയും കൂടെ വരും. യാദൃച്ഛികം. യാദൃച്ഛികം. ഹാർദം. ഹാർദവമാണോ ഹാർദമാണോ ശരി? ഹാർദമാണ് ശരി. ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു അല്ല, ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. യൗവനം എങ്ങനെ എഴുതുന്നത്? യൗവനം. യൗവനം ഇങ്ങനെ മതി, ഉവ്വ വേണ്ട. യൗവനം. അടുത്തത് ചെലവ്. ചെലവ് എന്നാണ് കറക്റ്റായിട്ട് എഴുതേണ്ടത്, ചിലവല്ല, ചെലവ്. സമ്രാട്ട്. സമ്രാട്ട്. സാമ്രാട്ടല്ല, സമ്രാട്ട്. സമ്രാട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുപോലെ സ്രഷ്ടാവ്. 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 സ്രഷ്ടാവ് ഓർക്കുക. ഇനി വ്രതം. വ്രതമാണ്. വ്രതം. വ്രതം. കവയിത്രി എപ്പോഴും ചോദിക്കാറുണ്ട്. കവയിത്രി. കവയിത്രി. കവിയത്രി അല്ല, കവയിത്രി. കവയിത്രി. ശിപാർശയാണ്. ശുപാർശയല്ല, ശിപാർശ. ശിപാർശ ഓർക്കുക. അപ്പൊ ഹാർദം, യൗവനം, വ്രതം, ചെലവ്, സമ്രാട്ട്, സ്രഷ്ടാവ്, കവയത്രി, ശിപാർശ ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം, കുടിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ ഒറ്റപ്പദമാക്കുക. കുടിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു ആണ്. പിപാസു. കുടിക്കുവാൻ ആഗ്രഹിക്കുന്നയാളെ എന്തു പറയും? പിപാസു. ആരാ പിബഡിഷു? പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിബഡിഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിബഡിഷു. ഭക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. ആരാ? ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. കാണാൻ ആഗ്രഹിക്കുന്നവൻ ദിദൃക്ഷു. പഠിക്കാൻ ആഗ്രഹിക്കുന്നവൻ പിബഡിഷു. ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ ബുഭുക്ഷു. കുടിക്കുവാൻ ആഗ്രഹിക്കുന്നയാൾ പിപാസു. ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു. 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 ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു ആണെന്ന് ഓർക്കുക. അടുത്ത ചോദ്യം, വെള്ളത്തിൽ എഴുതുക എന്ന പ്രയോഗത്തിന് അർത്ഥമെന്ത്? വെള്ളത്തിൽ എഴുതുക എന്നാൽ ഫലമില്ലാതെ പ്രവർത്തിക്കുക. ഫലമില്ലാത്ത പ്രവൃത്തി അല്ലെങ്കിൽ ഫലമില്ലാതെ പ്രവർത്തിക്കുക. അമ്പലം വിഴുങ്ങുക എന്ന് വെച്ചാൽ എന്താ? മുഴുവൻ കൊള്ളയടിക്കുക. മുഴുവൻ കൊള്ളയടിക്കുക എന്നതാണ് അമ്പലം വിഴുങ്ങി, അമ്പലം വിഴുങ്ങുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ദീപാളി കുളിക്കുക. ദീപാളി കുളിക്കുക എന്നാൽ ധൂർത്തടിച്ച് നശിക്കുക. ധൂർത്തടിച്ച് നശിക്കുക. ദീപാളി കുളിക്കുക എന്നാൽ ധൂർത്തടിച്ച് നശിക്കുക. ഗണപതിക്ക് കുറിക്കുക എന്നാൽ ആരംഭിക്കുക. ഗണപതി. ഗണപതിക്ക് കുറിക്കുക എന്നാൽ എന്താണ്? ആരംഭിക്കുക. ആരംഭിക്കുക. മുയൽക്കൊമ്പ്. മുയൽക്കൊമ്പ് എന്നാൽ ഇല്ലാത്ത വസ്തു. മുയൽക്കൊമ്പ് എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഇല്ലാത്ത വസ്തു. ഇല്ലാത്ത വസ്തു. ഭഗീരഥ പ്രയത്നം. ഭഗീരഥ പ്രയത്നം എന്നാൽ കഠിന പരിശ്രമം. കഠിന പരിശ്രമം. ഭഗീരഥ പ്രയത്നം എന്നാൽ കഠിന പരിശ്രമം. അജഗജാന്തരം. അജഗജാന്തരം എന്നാൽ വലിയ വ്യത്യാസമാണ്. ആനയും ആടും തമ്മിലുള്ള, ആടും ആനയും തമ്മിലുള്ള വ്യത്യാസം വലിയ വ്യത്യാസമാണ്. എന്ത്? അജഗജാന്തരം. അജഗജാന്തരം. ഗണപതിക്ക് കുറിക്കുക ആരംഭിക്കുക. ദീപാവലി കുളിക്കുക ധൂർത്തടിച്ച് നശിക്കുക. ശതകം ചൊല്ലിക്കുക എന്നാൽ എന്താ? ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക. വിഷമിപ്പിക്കുക. ശതകം ചൊല്ലിക്കുക വിഷമിപ്പിക്കുക. ധനാശി പാടുക അവസാനിപ്പിക്കുക. ധനാശി പാടുക എന്നാൽ അവസാനിപ്പിക്കുക. അവസാനിപ്പിക്കുക. ഓക്കെ. അപ്പൊ വെള്ളത്തിൽ എഴുതുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ? ഫലമില്ലാതെ പ്രവർത്തിക്കുക. ഫലമില്ലാതെ പ്രവർത്തിക്കുക. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഈ പരീക്ഷയ്ക്ക് ചോദിച്ച 10 മലയാളം ക്വസ്റ്റ്യൻസ്. ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.